എന്റെ മോനെ കിട്ടാൻ മതി. നിങ്ങളുടെ കാല് പിടിക്കാം, എങ്ങനെയൊന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇവിടെ അപ്പോ ഭ്രാന്തി പോലെ നടക്കുന്നിടാ ഇപ്പൊ. ചെമ്പരത്തി പൂവും വെച്ച് നടക്കൊണ്ട് വരുമെന്ന് ഞാൻ അവരുടെ പറഞ്ഞു. അങ്ങനെയല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ക്യാൻസർ പേഷ്യന്റ്. അവൻ കള്ളം പറഞ്ഞതാണ്. എവിടെ പുറത്തു പോകാനാണോ? അല്ല, റെയിൽവേ. എന്റെ പൊന്നേട്ടാ, അത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമല്ലേ, അവിടെ കാശ് കൊടുത്ത ജോലി കിട്ടൂ. സ്കാം ആണല്ലോ, ഒരുപാട് പേര് കാശ് കൊടുത്തിട്ടുണ്ടല്ലോ. ഭയങ്കര തട്ടിപ്പാണ് നടന്നത്. എങ്ങനെയാ പൈസ വാങ്ങിച്ചു കൊടുക്കുന്നത്? നോക്കാം. നമസ്കാരം, ഇത് മാമമാണ്, ആറ്റിങ്ങൽ മാമമാണ്. ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്, മഞ്ജുള ചേച്ചി. ഒരുപാട് പേരെ പറ്റിച്ചൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി എന്നെ വിളിച്ചാണ്. അപ്പോൾ ചേച്ചി കേസ് കൊടുത്തല്ലേ? കേസ് കൊടുത്തിട്ട് 9 ചെക്കുണ്ട് എൻ്റെ കയ്യിൽ. സ്റ്റാമ്പ് ഒട്ടിച്ച പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. 100 രൂപ പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും എൻ്റെ കയ്യിലുണ്ട്. വോയിസ് മെസ്സേജ്, അവൻ പൈസ തരാ അന്ന് ശിവസേനക്കാരൻ ഒരുപാട് പേര്. ഇതാ ഈ ചേച്ചി, വേറെ ഒരാൾ 8. എൻ്റെത് 6,9,500. ഇവന് മെല്ലിടാനെന്നും പറഞ്ഞ് 1 മാസത്തെ അവധിക്ക് കൊച്ചിന് പഠിത്തത്തിന് വേണ്ടി ഞാൻ പലിശയ്ക്ക് എടുത്തുകൊണ്ട് വീട് കയറി ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ഇവൻ്റെ അപ്പയും ഉണ്ട്, മോളും ഉണ്ട്, ഇവനും ഉണ്ട്. അവൻ്റെ അപ്പ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാണ് ഞങ്ങൾക്ക് പത്രത്തിൽ എഴുതി തന്ന് വാച്ച് വാങ്ങിച്ചുകൊണ്ട് പോയാൽ 1 മാസമായി. 2 മാസം ഞാൻ പോയി DSP എടുത്ത് കൊടുത്തു. വക്കീൽ എഴുതി കൊടുത്തതാ, കേസായിട്ട് എഴുതി കൊടുത്തു. അവൻ്റെ അച്ഛനെ വിളിച്ച്, അവൻ്റെ അച്ഛൻ പറഞ്ഞു അവൻ എവിടെയെന്ന് അറിഞ്ഞൂടെ, ഒളിവിലാണ്. അപ്പ ഞാൻ പറഞ്ഞു അല്ല, ഇതിപ്പോ സംഭവം വേറൊന്നുമല്ല. ഞങ്ങളും ഇതിനെ പറ്റി തിരക്കിയെടുത്തോളം നോക്കുമ്പോ അവന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഈ മൾട്ടി ചന്തയിൽ ഒരു കച്ചവടം നടത്തുന്ന ഒരു ആളാണ്. അപ്പം അയാൾക്ക് രാഷ്ട്രീയമായിട്ടും എല്ലാ രീതിയിലും സ്വാധീനമുള്ള ഒരാളായതുകൊണ്ടാണ് ഈ പോലീസ് എഫ്ഐആർ ഇടാത്തതെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നെ അടിച്ചു പോയി തമ്പി പറഞ്ഞു, CPM ഗുണ്ടാ, നീ പൈസ വാങ്ങാനേ നീ ജീവനോടെ കാണില്ല. ഈ തമ്പി മറ്റേ ഫെഡറൽ ബാങ്കിന്റെ ഓണർ, അവങ്ങളുടെ കൂട്ടുകാർ. എനിക്ക് പേടിയില്ല, മരിക്കാൻ പേടിയില്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ എങ്കിലും സേഫ്റ്റി ആക്കണേ, എനിക്ക് പേടിയില്ല. ഇന്ന് മരിക്കാൻ പറയുന്ന ഇവിടെ വെച്ച് മരിക്കണം. അല്ല, നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ചുമട്ടുതൊഴിലാളിയാണ്. ഞങ്ങൾ ഇരിക്കുന്ന ഷെഡ് ഇതാണ്. അപ്പം ഇതിന്റെ ഫ്രണ്ടിലാണ് ഇവരുടെ ഈ കച്ചവടം. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാമെന്നുള്ളത്. എന്നും ഇവിടെ കരച്ചിലും വിളിയും തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ തിരക്കിയപ്പോഴത്തേക്ക് ഇപ്പം ഡെയിലി ഇവിടെ ആള് തിരക്കി വരികയാണ്. കാരണം ഈ സ്ഥലത്തുള്ളവരല്ല, മാമത്തുകാരല്ല വരുന്നതല്ല, പല സ്ഥലത്തുമായിട്ട് ഇവ പറ്റിച്ച ആൾക്കാർ മാത്രമാണ് ഇവിടെ എത്തുന്നത്. എല്ലാരും പറയാനുള്ളത് പരാതി നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 8-9 പേര് പരാതി ഒപ്പിട്ടേക്കല്ലേ. എന്നിട്ട് എന്തുകൊണ്ടാ പോലീസ് കേസെടുക്കാത്ത? പക്ഷെ എന്റെ പരാതി, ഇവങ്ങളുടെ പരാതി എല്ലാവരുടെ. പക്ഷെ ഇയാളുടെ അച്ഛൻ കൂട്ടുണ്ട് ഇതില്. ഇവിടെ വന്ന് ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരൻ. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ആ പുള്ളിക്കാരന്റെ വോയിസ് റെക്കോർഡ് എനിക്ക് അയച്ചു തന്നത്? അല്ല, മോൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ പൈസ തരാ, ശനിയാഴ്ച തരാന്ന് പറഞ്ഞ റിക്കാർഡാ മക്കൾക്ക് അയച്ചത്. ഭീഷണിയാണ്. ഇപ്പൊ രാത്രിയില് നിക്കാനും എനിക്ക് പേടിയുണ്ട്. ഇവങ്ങിരിക്ക് ധൈര്യമാണ്. 11 മണിക്ക് കട തുറക്കും. രാത്രി രാവിലെ 11, രാത്രി 1 മണിക്ക് കട അടയ്ക്കും. പൊറോട്ട, ചിക്കൻ ബ്രെഡ്, ബീഫ് ഫ്രൈ എല്ലാം ഉണ്ട്. SP കൊടുത്തത്. പരാതി പരാതിയും കൊടുത്തു, കേസും കൊടുത്തു, എല്ലാം ചെയ്തു. ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി ഒന്ന് ചെയ്യണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു. സത്യമായിട്ട് ഞാൻ പറയുന്നു, മനസാര അവന്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി മണ്ണെണ്ണ ഒളിച്ച് കത്തിക്കും. ഒരു പ്രാവശ്യം കത്തിനാണ്. പ്ലാസ്റ്റിക് സർജറിയാണ്, ഇതുവരെയും പ്ലാസ്റ്റിക് സർജറിയാണ്. ഹാർട്ടൊക്കെ സർജറി കഴിഞ്ഞിക്കോളാ. ഒരു പ്രാവശ്യം ഞാൻ കത്തി. ഈ പ്രാവശ്യം എന്റെ പൈസക്ക് വേണ്ടി ഞാൻ ചെയ്യും. നമസ്കാരം, റിയയുടെ നമ്പർ അല്ലേ? ഇത് റിയയുടെ നമ്പർ അല്ലേ? റിയയുടെ ഫാദർ. ചേട്ടാ, ഞാൻ ഒരു വാർത്തയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ഞാൻ റിപ്പോർട്ടറാണ്, ശ്രീത്തമാല വിസ്മയ ന്യൂസ്. അപ്പൊ ഒരു പരാതി വന്നു. അവിടെ DYSP പരാതി കൊടുത്തിട്ടുണ്ട്. എഫ്ഐആർ ഇട്ടിട്ടില്ല. ഈ റിയയുടെ കാശൊക്കെ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. കുറെ കാശ് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു നമ്മള്.
അതെ സാർ. വാസമാണോ അത്? അതെ സാർ, ശരിയാ സാർ. റിയ ഉണ്ടോ അവിടെ? റിയ ഉണ്ടോ അവിടെ? അറിയാലോ സാറേ, ഞാൻ വീട്ടിൽ നിന്ന് എവിടെ പോയി ജോലി 2 വർഷം കൊണ്ട് ജോലിക്ക് പോകാതെ ജോലി കിട്ടുമെന്നും പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള എല്ലാം കൊടുത്ത ഒന്നുമില്ല. എന്റെ വീട്ടിലെ ആരാണ് കാശ് കൊടുത്ത? ആരാണ്? റിയ ആണോ? പേരെന്ന് പറയാൻ പറ്റൂ? റിയ എന്റെ മകളാണ്. അതെ ചേട്ടാ, ഇപ്പൊ ഒരു 8 പേരോളം 5 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിയ പ്രതിയാണോ അത്? റിയാൻ കാശ് കൊടുത്തു. ഇവരെല്ലാം ജോലിക്ക് വേണ്ടി കൂട്ടുകാരികളെല്ലാം ചേർന്ന് കൊടുത്തോ പൈസ? റിയയുടെ അപ്പൊ റിയ പ്രതിയാണല്ലോ. റിയാൻ കാശ് കൊടുത്തിരിക്കുക. റിയ കാശ് കൊടുത്തു. റിയ എത്ര കൊടുത്തു? റിയക്ക് മൊത്തം 4 ലക്ഷം രൂപ കിട്ടാണ്ട് 2 ലക്ഷം. വലിയ ഇതാണല്ലോ, സ്കാം ആണല്ലോ. ഒരുപാട് പേര് കാശ് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര തട്ടിപ്പാണ് സാർ നടന്നത്. അപ്പൊ റിയ പ്രതിയാണല്ലോ ഇപ്പൊ. ഭയങ്കര തട്ടിപ്പാണ് നടന്നത്. റിയയുടെ അക്കൗണ്ട് വഴി അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തോ ഓപ്പോസിറ്റ് കേസ് കൊടുക്കാത്ത? ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നെടുമങ്ങാട് സർക്കിൾ ഓഫീസിൽ. ഞങ്ങൾ അന്ന് തന്നെ 4 പേര് പ്രതികളാണ്. രഞ്ജിത്ത്, രാജേന്ദ്രൻ, രജിത, പ്രിയ, റിയ, അങ്ങനെ 4 പേര് എന്റെ പ്രതികളാണല്ലോ. അല്ല, റിയയുടെ അക്കൗണ്ട് വഴി പൈസ കൊടുത്തുള്ള കാര്യമാണ്. ഞാൻ നെടുമങ്ങാട് സർക്കിൾ ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കര കുന്നിക്കോട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ 5 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്രതി റിയയാണ്. ഞാൻ പുള്ളി മറ്റേ ഒളിവിലാണ്, രഞ്ജിത്ത് ഒളിവിലാണെന്നാ പറയുന്നത്. ഞങ്ങൾ അതിനു മുമ്പേ ഞങ്ങൾ ആദ്യം ഇപ്പം ഒളിവായെന്ന് ഇവന്റെ ഫോൺ എടുക്കുന്നില്ല. ഒളിവായ ഉടനെ ഞങ്ങൾ തന്നെ നെടുമങ്ങാട് സർക്കിൾ ഓഫീസിൽ കേസ് കൊടുത്തു. പിന്നെ കുന്നിക്കോട് സർക്കിൾ ഓഫീസ്, പുള്ളി സർക്കിളിലൊക്കെ കാര്യങ്ങളെല്ലാം. അയാള് CPM-ന്റെ ആരെങ്കിലും ആണോ ഈ കക്ഷി രഞ്ജിത്ത്? അറിയാം, നമുക്കൊന്നും പിടിയില്ല സാറേ. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ അയച്ചു കൊടുത്ത പൈസ അല്ല ഇവിടെ ജോലിക്ക് വേണ്ടി കൊടുത്തത്. ഇവര് 2-3 കാട്ടാക്കര ഒരു കുട്ടി, കൊട്ടാരക്കര ഒരു കുട്ടി, എല്ലാം അങ്ങ് പൈസ കൊടുത്തിരിക്കുക. ജോലി ഇന്ന് കിട്ടും, നാളെ കിട്ടും പറഞ്ഞിട്ട് അവനെ കാണാതിരുന്നപ്പോഴാണ് ഇത് വിളിച്ചു തന്നെ. ഞാൻ അന്ന് തന്നെ നെടുമങ്ങാട് സർക്കിൾ ഓഫീസിൽ കൊണ്ടുപോയി സർക്കിളിന്റെ കണ്ടു കണ്ടു വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. അവരൊന്ന് അന്വേഷിക്കാം, അവര് പിടിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേസ് ഭയങ്കര കേസായത്. എൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചത് എങ്ങനെയെന്നാ, ആദ്യം 16 കുപ്പി ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യണു റിയാൻഡർ പെണ്ണിന് എറണാകുളം നിംസ് ആസ്പത്രി. അങ്ങനെയാണ് വന്ന് കരയറും. ഒരാഴ്ച ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇല്ലടാ, ഞാൻ ഒരു ടീച്ചറിന് വീട് വെക്കാനാണ് ഈ പൈസ വാങ്ങിച്ചു കൊടുത്തിരുന്നത്. വീട് വെക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. എനിക്ക് ആവശ്യപ്പെടുമ്പോൾ 2 സെന്റ് തറ വാങ്ങാൻ ചേച്ചി തിരിച്ചു തരാൻ പറഞ്ഞു. തിരിച്ചു തരാൻ എപ്പോൾ ചോദിക്കുന്നു അപ്പം തിരിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ആ ടീച്ചറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഒരു ബ്ലഡ് ക്യാൻസർ ഒരു പേഷ്യൻ്റാണ്, നമ്മൾ കാരണം രക്ഷപ്പെടണം. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാവം ഈ ജന്മം എനിക്ക് മക്കളില്ല. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. സത്യത്തിൽ പറയുമ്പോഴും ഒരുപാട് സങ്കടമുണ്ടല്ലോ. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും ശരിയടാ, അവരടിച്ച് കൊന്നാ മതിയടാ. എനിക്ക് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി. ഈ സുഖമില്ലാത്ത മനുഷ്യനെ വെച്ചിട്ടാണ് മക്കളെ ഞാൻ പൈസ കൊടുത്തത്. അത് വിചാരിച്ചാൽ എനിക്ക് സത്യം ആത്മാർത്ഥം ക്ഷമിക്കാൻ പോലും. നീ എന്തിനു ചാവുന്നു? നിനക്ക് വേറെ ജോലിയില്ല, നിങ്ങളൊക്കെ സഹായിക്കുന്നത്. ആ മനുഷ്യനാണ് കേസ് എടുക്കാൻ പൈസ സഹായിച്ചു കൊടുത്തത്. എന്ത് പറയടാ, ജീവിച്ചിക്കടും മരിക്കണും എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. ഇവരാണ് വീഡിയോ എടുത്ത് വികലാംഗിത ഓഫീസിൽ അവിടെ മൊബൈലുണ്ട്. അവരാണ് ലോൺ വാങ്ങിച്ചു കൊടുത്തത് 1 ലക്ഷം രൂപ ചോദിച്ചു നോക്കി. വികലാംഗിത ഓഫീസ് കഴിച്ചത് അവരാണ്. പറഞ്ഞാ കൂടിപ്പോ 2 മാസം കൊണ്ട് എനിക്ക് കളത്തിറക്കാൻ പോലും പറ്റുന്നില്ലടാ. അപ്പോ എങ്ങനെയാ പൈസ വാങ്ങിച്ചു കൊടുക്കുക? ആളുകൾ കൊച്ചുങ്ങളെ പോലെ വളർത്ത് ചോദിച്ചു നോക്കി. ഇവങ്ങൾക്കെല്ലാം അറിയാം ഞായറാഴ്ചയായ എല്ലാം പോയി വെട്ടിക്കൊണ്ടുവരറിയ പ്ലാവില് അത്രയ്ക്ക് ആടുണ്ടായിരുന്നില്ല. എനിക്ക് മക്കളെ പോലെ മനുഷ്യ രക്ഷപ്പെട്ടിട്ട് ആട് പിന്നെ വാങ്ങാം. ഈ ആളെ കൊടുത്ത 10 ആട് കിട്ടും. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ എങ്ങനെ പിന്നെ വരുമെന്ന് പറഞ്ഞാ ഞാൻ കൊടുത്തത്. മോനെ നിങ്ങളുടെ കാല് പിടിക്കുക ആരായിരുന്നാലും എന്റെ പൈസ എനിക്ക് പലിശ വേണ്ടടാ. എന്റെ മോതിരം എനിക്ക് കിട്ടാ മതി. നിങ്ങളുടെ കാല് പിടിക്കുക എങ്ങനെയൊന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇവിടെ അപ്പോ ഭ്രാന്തി പോലെ കിടക്കുന്നിടാ. ഇപ്പൊ 6 മാസമായി വീലാക്കിയത്. ലോൺ എടുത്തിട്ട് 5 പൈസ അടച്ചില്ലടാ.
വാച്ച് പൈസ അടച്ചില്ലടാ. അപ്പൊ അയാൾ ബാങ്കുകാർ എപ്പോ വിളിച്ച് തെറി വിളിക്കുന്നില്ല, എന്നെ വടക്കടിക്കുന്നില്ല. മക്കളെ നിന്റെ ഭർത്താവിന് പെൻഷൻ കിട്ടാത്ത രീതിയിൽ ചെയ്യാൻ പറയുന്നില്ല. 1500 രൂപ പെൻഷൻ ആ പൈസ പോലും കിട്ടാത്ത രീതിയിൽ ചെയ്യാൻ ബാങ്കുകാർ വിളിച്ചിപ്പോ പറയുന്നില്ല. എന്ത് ചെയ്യും? ഇല്ല, ഈ പൈസ കിട്ടൂല, ആത്മഹത്യ ചെയ്യും. ആ മനുഷ്യനെ ആര് നോക്കും? രാത്രി 1 മണി വരെയാണ് ഞാൻ പൊറോട്ട അടിക്കുന്നത്. ഈ കൗണ്ടർ എല്ലാവർക്കും അറിയാം പൊറോട്ട അടിക്കരുത് മക്കളെ. വാടകയ്ക്കായിടോ ജോലിക്കോ ആളെ വെച്ചോ 1000 രൂപ തറയിട്ട് ഇത് വരും എന്ന് പറഞ്ഞില്ല. ധാരാളം മക്കളെ ചെയ്യരുത്. എങ്ങനെയാ പൈസ വാങ്ങിച്ചത്? എന്റെ ഭർത്താവ് 9 വർഷം തളർന്ന് കിടന്നപ്പോ തുടങ്ങിയ ജോലിയായി. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലാണ് എനിക്ക്. കൂടെ പറമ്പുകൾ ആരും ഇവിടെ ഇല്ല. ഞാൻ ബാംഗ്ലൂർക്കാരിയാ. 20 വർഷമായി കല്യാണം കഴിഞ്ഞ്. ഞാൻ പറ്റിപ്പോയാളാ. ഞാൻ പറ്റിപ്പോയപ്പോ എങ്ങനെയാ പൈസ വാങ്ങിച്ചത്? വിസ്മയനുസിന്റെ റിപ്പോർട്ടറാണ് ശ്രീത്ത് മാരാർ. ചേട്ടാ, ഞാൻ ഒരു വാർത്ത ഇപ്പൊ അറിഞ്ഞു. ഞാൻ വന്ന് ചെയ്തൊരു ചേച്ചിയെ, നമ്മുടെ മാമത്തുള്ള ചേച്ചിയെ. അപ്പോഴത്തേക്കാണ് ഒരു 5 പേരോളം കാശ് വെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു പേര് അനിൽകുമാരേട്ടനാണ്. അപ്പൊ സംഭവം ശരി തന്നെ ചേട്ടാ? 5 പേരെ എനിക്ക് പരാതി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചേട്ടൻ്റെ കയ്യിൽ നിന്നും കാശ് പോയോ? പോയി. എത്ര കാശ് പോയേട്ടാ? 10 പോയി. അല്ല, ഇവരെന്ത് പറഞ്ഞാ കാശ് വാങ്ങിയേ? ജോലി വാഗ്ദാനം ചെയ്താ. ആണോ ചേട്ടാ? ആർക്ക് ജോലി വാങ്ങിച്ചു വേണ്ടി കാശ് കൊടുത്തേ? എന്റെ മോൾക്ക് വേണ്ടി. മോളും വരുവാണ്. എവിടെ, പുറത്ത് പോകാനാണോ? അല്ല, റെയിൽവേയിൽ. എന്റെ പൊന്നു ചേട്ടാ, അത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമല്ലേ, അവിടെ കാശ് കൊടുത്താൽ ജോലി കിട്ടുമോ? അന്നേ മതി മനുഷ്യ. കൊച്ചേ, നീ ചെമ്പരത്തി പൂ ചെവിയില് വെച്ചിട്ട് പോവും പറഞ്ഞതാ. ഞാൻ കേട്ടില്ലേ? ശരിയാണ്. കാരണം ഈ പയ്യൻ പല ദിവസങ്ങളിലായിട്ട് ഇവിടെ വരുമായിരുന്നു. വന്ന് ഇവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ചപ്പോഴാണ് അവൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗിയാണ്, അതുകൊണ്ട് ഇത്തിരി പൈസ എന്ന്. അത് കള്ളമാണെന്നുള്ളത് നമുക്കറിയില്ലല്ലേ. ഇവിടെ വന്ന് ഇവരുമായിട്ട് നിത്യേന ഇങ്ങനെ സംസാരിക്കും. ഇവരും ബുള്ളറ്റിൽ ഇവിടെ വരും. ഒരുപാട് നാളുകൊണ്ട് ഈ സംഭവം നടക്കുകയാണ്. നമ്മൾ പലവട്ടം അവരെ പറഞ്ഞ് നിങ്ങൾക്ക് ഈ പൈസ കിട്ടത്തില്ല, അവനോട് പണം പറ്റിപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണ്. അവൻ വരും, ഇന്ന് വരും, നാളെ തരാം, പൈസ ഇപ്പം കിട്ടും, എൻ്റെ വസ്തു വിറ്റ് പൈസ എൻ്റെ കൈ കിടക്കുന്നത്, എപ്പോൾ തരാം, നാളെ തരാം, ഇത് തന്നെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ഗതി കെട്ടിയിട്ടാണ് പിന്നെ അവനെ കൊണ്ട് പത്രത്തിൽ എഴുതി മേടിച്ചായിരുന്നു പൈസ തരാൻ, എത്ര ദിവസങ്ങളിൽ തരാൻ പറഞ്ഞു. എന്നിട്ടും അവൻ തന്നിട്ടില്ല. ആ പത്രത്തിൽ എഴുതി മേടിച്ചിട്ടുണ്ട്. ആ പത്രത്തിൽ എഴുതി മേടിച്ചിട്ടും അവൻ പൈസ കൊടുത്തിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ കേസിലേക്ക് പോകുന്നത്. കേസിൻ്റെ എഴുതി പോയിട്ടും എഫ്ഐആർ ഇട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന സാധുവാണ്. കാരണം വെച്ചാൽ ചെവി കേൾക്കില്ല. അപ്പോൾ ആൾക്കാരാരെങ്കിലും ഒരു ചായ കുടിക്കാൻ വന്നാലും ഒരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ കാണിച്ചാലറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ആ പെണ്ണുമ്പിള്ളവിടെ ഉള്ളത് കൊണ്ട് അവർ രണ്ടും ഇങ്ങനെ ജീവിച്ച് പോകണം. അപ്പോൾ ഇത് അവർ ഇവിടെ വാടകയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു 2 സെൻറ്റെങ്കിലും വാങ്ങിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കി വെച്ച പൈസയാണ് ഈ ഇതുപോലെ ഒരുത്തം പറ്റിച്ചുകൊണ്ട് പോയി. എന്നാൽ അവരുടെ അടുത്ത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പറ്റിപ്പ് കേസായിരിക്കും, നിങ്ങൾ ആവശ്യമില്ലാതെ ഈ പൈസ കൊടുത്തരുത്, നിങ്ങൾ അവസാനം ചെവിയിൽ ചെമ്പരത്തി പൂവും വെച്ച് നടക്കേണ്ടി വരുമെന്ന് ഞാനവരുടെ പറഞ്ഞു. അങ്ങനെയല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ക്യാൻസർ പേഷ്യൻ്റ്. അവൻ കള്ള പറഞ്ഞതാണ്. അത് ഒരാളെന്നല്ല പറ്റിച്ചേക്കുന്നത്. കാരണം ഇപ്പൊ ഇവിടെ ആൾക്കാർ തിരക്കി വരുമ്പോഴല്ലേ അറിയുന്നത്. നമുക്ക് ഇതിനെ കുറിച്ച് യാതൊന്നും അറിയില്ലല്ലേ. അപ്പം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഭയങ്കര ലെവലിലാണ്. ഒരു ബൈക്കിൽ ബുള്ളറ്റിൽ ഇവിടെ വരും, ഇവരുമായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കും. പല ദിവസങ്ങളായപ്പോഴാണ് ഞങ്ങൾ ഇവരുടെ ചോദിക്കുന്നത്. ഇവരുടെ അടുത്ത് ചോദിച്ചത് എനിക്കിപ്പം വേണം പൈസ, എനിക്കിപ്പം വേണം ചേച്ചി, വേണോന്നാ വേണോ അമ്മാന്ന് പറഞ്ഞു. ഇങ്ങനെ വിളിച്ച് അണ്ണാ ഇത്തിരി പൈസ താ, പിന്നെ ചേട്ടനെ വിട്ട് പറഞ്ഞ് വാങ്ങിച്ചു തരാം. അന്ന് എന്നെ വിളിക്കേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ അവസാനം നീ പടറ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് കറഞ്ഞോണ്ട് വരല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ അണ്ണന് കൊടുത്തു പൈസ. കാരണം എൻ്റെ കടം വാങ്ങിച്ചാണ് ഒരു പ്രാവശ്യം കൊടുത്തത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു അത് ഇപ്പോഴല്ലേ അറിയുന്നത്. ഇതുവരെ അറിയത്തില്ല. ഇവൻ വന്ന് ഇവിടെ സ്ഥിരം വന്ന് മിക്ക ദിവസം വരും. വന്ന് പള്ളിയിട്ട് വന്ന് ഇവരും ഒളിച്ചെന്ന് സംസാരിച്ചിട്ട് പോയി ചെയ്യുന്ന.
പലപ്പോഴായപ്പോഴും ഞാൻ ഇതിനെ കൂടെ പറഞ്ഞു നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും വഴി ചെയ്യാം. അന്നേ പറഞ്ഞു ഇതിപ്പോൾ ഒരുപാട് നാളായി. അന്നേ പറഞ്ഞു നമുക്ക് വേറെ എന്തെങ്കിലും വഴി ചെയ്യാം, നമ്മൾ കേസിന്റെ രീതിയിൽ പോവാം, അന്നേ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ അത് ഇപ്പം തരാം, നാളെ തരാം, ഇന്ന് തരാം, നാളെ തരാൻ പറഞ്ഞ് ഇന്നല്ലാണ്ട് വിശ്വസിച്ച് നിന്നു. ഞങ്ങള് ഇവിടുത്തെ മംഗലാപുരത്ത് വസ്തു വിറ്റ് തരാൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. ഈ പൈസ വാങ്ങിച്ചത് അവന്റെ അച്ഛൻ പ്രായമുള്ള കക്ഷിയാണോ അത്? പ്രായമുള്ള കക്ഷിയല്ല. അല്ല മകൻ പൈസ വാങ്ങിച്ചവൻ പയ്യനെ കണ്ടേ ഉള്ളൂ. അവന്റെ അച്ഛൻ അറിയാം, സഹോദരിക്ക് അറിയാം. എന്റെ അടുത്ത് ഈ സഹോദരി ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാണ് പൈസ കൊടുക്കുന്നത്. അച്ഛൻ ഇവിടെ വന്നിരുന്ന് സഹോദരിയുടെ കൊച്ചിനടുത്ത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്ത മനസ്സിലാകുന്നില്ല. അത്രയും ഒരു 5-6 പേര് 8 പേരും കണ്ട് ചേച്ചി കാശ് വാങ്ങിച്ച അത്രയും പേരുണ്ട്. ഒരു മാസത്തെ അവധിക്ക് 8 ലക്ഷം രൂപ ഞാൻ 3 പേരെ അത്രയും പേര് കൊടുത്ത പരാതിയെല്ലാം നമ്മളൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ CPM-ന്റെ ആൾക്കാരൊക്കെയാണെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ആരോപണം അതാണ്. എന്തായാലും ഈ വാർത്ത എന്തായാലും നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളാണ്, പരിഹരിക്കേണ്ടത് ഭരണ സംവിധാനമാണ്. വിസ്മയ ക്യാമറ സൈനിയോ.